ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ അഴീക്കൽ ബീച്ചിൽ പോവാണ്. നമ്മൾ അഴീക്കൽ ബീച്ചിൽ പോവാണ് കേട്ടാ. അടുത്തെത്താറായി. അഴീക്കൽ ബീച്ച് നമ്മുടെ ചേർത്തലയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ചാണ്. ഞങ്ങളുടെ വീട് മണ്ണഞ്ചേരി, ആലപ്പുഴ മണ്ണഞ്ചേരിയാണ്. അപ്പൊ അവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ട്? 15 കിലോമീറ്റർ 18 കിലോമീറ്റർ ഉണ്ട്. 10-18 കിലോമീറ്റർ യാത്ര ചെയ്ത് അഴീക്കൽ ബീച്ച് വന്നേക്കുവാണ്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോ അഴീക്കൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അഴീക്കൽ ബീച്ചിൽ പോകുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒരു 1/2 കിലോമീറ്റർ മുമ്പായിട്ട് നമ്മൾ നിർത്തിയേക്കുവാണ്. ബബ്ലൂസ് പറഞ്ഞു വണ്ടി നിർത്തൂ. അങ്ങോട്ട് പോയി കഴിയുമ്പോ അതിമനോഹരം അഴീക്കൽ ബീച്ച് കാണാൻ പറ്റും. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. നമുക്ക് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അങ്ങനെ അഴീക്കൽ ബീച്ചിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്താണ് പ്ലാൻ എന്നറിയാലോ അഴീക്കൽ ബീച്ചിൽ? എന്താണ് പറ, എന്റെ ബബ്ലൂസ് തന്നെ പറ. ബബ്ലൂസ് തന്നെ പറ, എന്താണ് പ്ലാന്? എന്താ ചെറിയ പമ്പരൊക്കെ കറങ്ങുന്നുണ്ടോ? ചായക്ക് കുടിച്ച് ഇടിക്കലുണ്ട്. ഇതിന്റെ മേലിലൊരു പ്രത്യേകത. ഇത് എന്തിനു വേണ്ടിയല്ലാണ് ബബ്ലൂസ്? ഇത് കല്ലിമരം അറിയത്തില്ല. അത് അതിലെ കൂടെ കേറി നിൽക്കുന്നതല്ല. നമ്മളിങ്ങനെ കുനിഞ്ഞാണ് വരുന്നത്. അമ്പോ അയ്യോ, നല്ല കടല് കൂടുതലാണ്. ഇടിച്ചു കഴിഞ്ഞാണ്ടല്ലോ. മീൻ കുടയും ഇവിടെ ഇവിടെ മീൻപിടുത്തമൊക്കെ ഉണ്ടല്ലോ പ്ലസ് ഉണ്ടെന്നാ പറഞ്ഞ. നല്ല രസമുണ്ട് കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ വരുന്നത്. നീ പിടിക്കാവോ? ഞാനും ആദ്യമായിട്ടാ. തൊട്ടടുത്തല്ലേ കടല്? എങ്ങനെയുണ്ട്? ഓടുവാ വരും കേട്ടാ. വെള്ളം വരും കേട്ടാ. കണ്ട 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 തൊട്ടടുത്താണ്. നല്ല രസമുണ്ട് കേട്ടാ. അടിപൊളിയാണ്. നല്ല സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇനി നമ്മളെങ്ങോട്ടാ പോണ? പൊഴി അവിടെയാണ്. പക്ഷെ ഇപ്പൊ പൊഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പൊഴിയൊക്കെ പറ്റിക്കണം. അതാണ് പൊഴി. അന്നേരം നമ്മള് പൊഴിയുള്ള സ്ഥലത്തേക്ക് പോവാണ്. നമ്മള് പൊഴി അരികിൽ നമുക്ക് ടെന്റ് അടിക്കാം അല്ലേ പ്ലസ്? അതെ. പൊഴിയുടെ സൈഡിൽ നമുക്ക് ടെന്റ് ഒക്കെ അടിച്ച് നമുക്ക് അവിടെ ഇരിക്കാം, ആസ്വദിച്ചിരിക്കാം അല്ലേ? ബബ്ലൂസ് റെഡിയായിട്ട് ഇങ്ങനെ നടക്കണം കേട്ടാ. ബബ്ലൂസ് വേറെ ലെവലായി കേട്ടാ. ബബ്ലൂസ് ടാറ്റ കൊടുത്ത് നമ്മള് ടാറ്റയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ്. ടെന്റും വലിച്ചോണ്ട് കാറ്റ് പോകുന്നു. കുത്തനെ പൊക്കോ ഇറക്കം കൂടെ ആണല്ലോ. അത് കുഴപ്പമില്ല. എന്റെ പൊന്നോ, അങ്ങനെ വല്ല വിധേനയും എങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് ഉറപ്പിച്ചു കേട്ടോ. കാരണം അതിശക്തമായിട്ട് കാറ്റാണ്. ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും. ടെന്റ് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. എങ്ങനെയൊക്കെയാണ് അത് വെച്ചതെന്ന് പോലും അറിയത്തില്ല. പിന്നെ എല്ലാ ദിവസത്തെ അപേക്ഷിച്ച് ഭയങ്കര കടൽ കൂടുതലാണ്. ഇടയ്ക്ക് തീരെ ഇങ്ങനെ കരയ്ക്കോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ ഈ ബീച്ചിന്റെ പ്രത്യേകത എപ്പോഴും തിരക്കുള്ള ഒരു ബീച്ചൊന്നുമില്ല. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് മാത്രമാണ് ഇവിടെ കുറേ ആൾക്കാർ വരുന്നത്. അപ്പം നല്ല രസമായിരിക്കും. അതുവരെ ഇത് ഒരു നമുക്ക് തിരക്കൊന്നും ഇല്ലാത്ത ഒരു ബീച്ചായിട്ട് നമുക്ക് തോന്നത്തുള്ളു. ആദ്യം ഞങ്ങളും ഓർത്തു അയ്യോ ഇവിടെ ഒന്നും ആരും വരുത്തൊന്നും ഇല്ലേന്നാ ഓർത്ത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞാ മനസ്സിലായത് 5 മണി കഴിഞ്ഞ് ഇവിടെ ആൾക്കാർ വരുന്ന ഒരു വേറിട്ട ബീച്ചാണെന്ന്. എന്തായാലും ആലപ്പുഴ ജില്ലയിലെ സുന്ദരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്.
30 വർഷത്തിന് മുമ്പാണ് ഇവിടെ ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് തന്നെ. അതിനു മുമ്പ് ഇവിടെ സമുദ്രസഞ്ചാരികൾക്ക് വഴികാട്ടിയായി ദീപ സംവിധാനങ്ങൾ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ പ്രദേശം മുഴുവൻ അന്ധകാരം മാത്രമായിരുന്നു, അതായത് കൂരിരുട്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അന്ധകാരനഴി എന്ന പേര് തന്നെ വന്നത്. അന്ധകാരം, അഴി എന്നീ വാക്കുകൾ ചേർന്നാണ് ഈ വാക്കുണ്ടായത്. അടിപൊളിയല്ലേ? ഒരു വേറിട്ട ഒരു ബീച്ചിന്റെ പേരല്ലേ. ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ മനക്കോട് ലൈറ്റ് ഹൗസിന് സമീപത്ത് എത്തിച്ചേരാം. ദേശീയപാത 47 സഞ്ചരിക്കുന്നവർക്ക് പട്ടണക്കാട് എത്തിച്ചേർന്നാൽ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ വിളക്കുമാട സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഒരു മിനി ഹാർബർ ഉണ്ട്, മനക്കോട ലൈറ്റ് ഹൗസ് ഉണ്ട്, കായലും കടലും ചേർന്ന ഒരു അഴിമുഖം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രം കേട്ടോ. അങ്ങനെ ഇന്ന് എന്തായാലും തസ്മീനെ കൊണ്ട് ഞാൻ ചായ ഇട്ട് കുടിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ, ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും വീഡിയോ എടുക്കാനാകുമ്പോ തസ്മീനെ ഇട്ടോളൂ. അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 100 ചായയെങ്കിലും എന്നെ കൊണ്ടിരിക്കും. ചായ ഇട്ടിട്ട് എന്റെ ജീവിതം തന്നെ പോയി. അപ്പൊ ഞാൻ ഓർത്ത് ഇനി എനിക്കൊരു അവസരം കിട്ടി ഇതുപോലെ എന്തെങ്കിലും ഇപ്പൊ നല്ല പണി കൊടുക്കുക. എന്തായാലും സമ്മതിച്ച്. ഇവിടെ നിന്ന് ചായ ഇടുന്നൊക്കെ ഭയങ്കര പാടാണ്, കാരണം ഭയങ്കര കാറ്റാണ്. നമ്മള് സംസാരിച്ചിട്ട് പോലും ഇപ്പൊ വോയിസ് ഓവർ ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം കടലിന്റെ തിരയുടെ ഒച്ച കൊണ്ട് കാറ്റും കൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ. അങ്ങനെ വല്ല വിധേനയും ഇത് മറച്ചൊക്കെ വെച്ചിട്ടാണ് ഒരുവിധം ചായയൊക്കെ തിളച്ചത് കേട്ടോ. തസ്മീറിന്റെ ചായക്ക് ഭയങ്കര കടുപ്പമായിരിക്കും, കുടിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് അതൊന്നും ഇഷ്ടമില്ല, ലൈറ്റ് ആയിട്ടുള്ള ചായയാണ് ഇഷ്ടം. എന്തായാലും കുഴപ്പമില്ല, ഇട്ട് ചായയൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ടെന്റ് ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നുണ്ട്. വേണമെങ്കിൽ ടെന്റ് ഞങ്ങളെ കൂടെ പൊക്കിക്കൊണ്ട് പോകാനും സാധ്യതയുണ്ട്, അത്രയ്ക്ക് കാറ്റാണ്. പൊന്നോ, ചായ ഇട്ടതിന്റെ സന്തോഷം കണ്ടോ ഞങ്ങളുടെ ഭാഗത്ത്. വീട്ടിലാണെ പറയും ഒന്ന് തസ്മീര ചായ ഇച്ചിരി ചൂടായി കുടിക്കുക തസ്മീര, എവിടെ ഇരിപ്പോണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു എടുത്ത് തന്നെ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഓരോ യാത്രകളൊക്കെ ചെയ്യുമ്പോ ചിലർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമല്ലോ അല്ലെ. എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞു സ്റ്റവും പാത്രവും ഒക്കെ? അടിപൊളിയല്ലേ? ഇതുപോലുള്ള യാത്രകളും നമ്മള് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക, നല്ല സ്റ്റവാണ്. നമ്മൾ ഇത്ര ദിവസം ഉപയോഗിച്ചിട്ടും സ്റ്റവ് ആയാലും ഗ്യാസ് കുറ്റിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അതാ ടെന്റിന്റെ മറവില് ചായ റെഡി കണ്ട, ടെന്റ് കിടന്ന് പറക്കുന്ന കണ്ട. അങ്ങനെ ചായയൊക്കെ ഒഴിക്കാൻ പോവാണ് കേട്ടോ. സാധാരണ നമ്മള് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്, ഫിഷൊക്കെ വാങ്ങിച്ചിട്ട്. ഇതിന് ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയായിരുന്നു. നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ബീച്ചിലൊക്കെ വന്നിരുന്ന് ഇതുപോലൊക്കെ ചെയ്യാനും അതൊക്കെ ആസ്വദിക്കാനും ഒക്കെ ഒരു പ്രത്യേക വൈബല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരുപാട് സന്തോഷം. അങ്ങനെതാ ചായയും ക്രീം ബണ്ണൊക്കെ കഴിക്കുവാണ് കേട്ടോ. ഇവിടെ നിറയെ ചായക്ക് കടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബോണ്ടായി ഉണ്ട അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, വാങ്ങിക്കാന്നെയാണ്. അപ്പം തസ്ബീർ വാങ്ങിച്ചോണ്ട് വന്നെയാണ്. ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളതല്ലേ ഇത്? എനിക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ്, പക്ഷെ ഇത് ഇന്നൊന്നും ഉണ്ടാക്കി ഫ്രഷ് അല്ല. ഈ ക്രീം ബണ്ണൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ഇത് കല്ല് പോലെ ഇരിക്കും. അപ്പൊ അതൊരു ടേസ്റ്റ് കാണത്തില്ല കഴിക്കാൻ തന്നെ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതൊക്കെ കഴിക്കാൻ. അപ്പൊ ഉണ്ടാക്കിയത് തന്നെ അതാകുമ്പോ നല്ല അടിപൊളിയായിരിക്കും. ചായ കൂടി കണ്ട. ഇവിടുത്തെ കാറ്റിന്റെ ഗതി അറിയണമെങ്കിൽ തസ്മീറിട്ടേക്കുന്ന ഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മതി, ആ ടെന്റിലോട്ട് നോക്കിയാൽ മതി. ടെന്റ് എപ്പോഴാണ് പറന്ന് മുകളിലോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോ വേറെ അടുത്ത ജില്ലയിൽ പോയായിരിക്കും ഇത് ഉടക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പുറം കടലിൽ കൊണ്ടുപോകും. അയ്യോ,
ഭയങ്കര നല്ല രസമാണ് ഇതൊക്കെ. ഇതുപോലെ ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് ഇങ്ങനെ ചായയൊക്കെ നമ്മൾ മേടിച്ചു കുടിക്കുന്നതിനെക്കാട്ടി ഇതൊക്കെ ഇട്ട കഴിക്കുമ്പം അല്ലെ, അടിപൊളിയല്ലേ. ആ ഒരു പ്രത്യേക അനുഭൂതിയാണ്. പിന്നെ കടല് കൂടുതലുള്ളപ്പോഴും ഇതുപോലെ ഭയങ്കര അതിശക്തമായ കാറ്റൊക്കെ ഉള്ളപ്പോ ഇതൊന്നും നടക്കത്തില്ല കേട്ടാ. അങ്ങനെ ഇവിടെ ഒരാളെ എനിക്ക് പ്രിയപ്പെണ്ണ് കുറെ തന്നെ ഇങ്ങനെ സ്നേഹിക്കുവാണ് ഭയങ്കരമായിട്ട്. അയ്യോ, അങ്ങനെ കുറച്ചു നേരമൊക്കെ ഞാൻ ഒന്ന് കിടക്കാന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ, ടെന്റ് കിടന്ന് കുഴുങ്ങിയാലും കുഴപ്പമില്ല. കാറ്റൊക്കെ അടിച്ചിങ്ങനെ ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ എന്താ ഒരു രസം. കണ്ട കിടക്കുന്ന കിടപ്പ് കണ്ട. എന്റെ പൊന്നോ, നല്ല രസമുണ്ട് കേട്ടാ. ആസ്വദിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങാം. കണ്ടാ ടെന്റിന്റെ മുതിക്കം കണ്ട. മിക്കവാറും എന്നെയും കൂടെ പൊക്കിക്കൊണ്ടങ്ങ് പോകായിരുന്ന ഭാഗ്യം. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം കേട്ടാ. അല്ലെങ്കിൽ ഈ ടെന്റും ഞാനും കൂടെ ഉൾപ്പെടെ ആയിരിക്കും കാറ്റ് വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നത്. പിന്നെ നല്ല കടലും കൂടുതലാണ്. എല്ലാ ദിവസവും അപേക്ഷിച്ച് ഇങ്ങനെ സൈഡിൽ വന്ന് നിൽക്കുവാണ്. ഇപ്പൊ ആളൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചു നേരം കൂടെ കഴിയുമ്പം നിങ്ങൾ കണ്ടോണം. ഇതാണ് അതിവിശാലമായി അതിമനോഹരമായി നീണ്ടു നിവർന്നു കിടക്കുന്ന അന്ധകാരനൈ ബീച്ച്. 2004 സുനാമി ഉണ്ടായപ്പം ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഈ ബീച്ചിന്റെ കവാടത്തിനും ഒക്കെ ഉണ്ടായതാണ് ഈ ഭാഗത്തൊക്കെ. അപ്പൊ അത് നമ്മുടെ സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതെല്ലാം കുറെയൊക്കെ അങ്ങ് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ അന്ധകാരനൈ ബീച്ചും ഇവിടുത്തെ ലൈറ്റ് ഹൗസും ഈ ഇവിടെയുള്ള കുറെ ഭാഗങ്ങളൊക്കെ മിക്ക സിനിമയിലും കാണാൻ പറ്റും. പിന്നെ ഈ ബീച്ചിനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാ വർഷവും ബീച്ച് ഫെസ്റ്റിവൽ നടത്താറുള്ള ഒരു ബീച്ചാണ് കേട്ടോ. അവിടെയാണ് പൊഴി ഉണ്ടായിരുന്നത്. പക്ഷെ പൊഴിയാണെന്ന് പോലും അറിയത്തില്ല, എല്ലാം വറ്റി വരണ്ടങ്ങ് പോയിട്ടാ. അങ്ങനെ കുറച്ചു നേരം നിന്നതിന് ശേഷം ഞങ്ങള് നമ്മുടെ ടെന്റൊക്കെ ഒന്ന് മടക്കി എടുക്കുവാണ്. നിങ്ങൾക്ക് കാറ്റിന്റെ ഗതി ഈ ടെന്റ് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങളെയും കൂടെ പറത്തിക്കൊണ്ടുപോകുന്ന ലെവലാണ്. എന്തായാലും ഭാഗ്യത്തിന് ഒന്നും പറ്റാതെ എല്ലാം റെഡിയായി വെച്ച് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ പോവാണ് കേട്ടോ. അപ്പം കുറെയൊക്കെ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇവിടെ അധികം തിരക്കില്ലായിരുന്നു. എന്റെ പൊന്നു മക്കളെ 5 മണി കഴിഞ്ഞ ഒരു രക്ഷയില്ലെന്നാണ് ചേച്ചി പറഞ്ഞത്. അതിനുശേഷം വന്നപ്പോ ദേ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഉണ്ടായിരുന്നു കൊണ്ടുവള്ളത്തില് മീൻ പിടിക്കുന്ന ആൾക്കാര്. അപ്പം മത്തിയും പൊടിമീനൊക്കെയാണ്, വേറെ എന്തൊക്കെ മീൻ കിട്ടിയാലും ഹിറ്റെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ മീനൊക്കെ കണ്ട് നമ്മൾ വളരെയധികം ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. 5 മണിക്ക് മുമ്പേ പോയത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഇത്ര തിരക്കൊന്നും കാണാൻ പറ്റാഞ്ഞത്. അങ്ങനെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഉപ്പിലിട്ട വാങ്ങിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. 5 മണി കഴിഞ്ഞാൽ ഇവിടെയെങ്കിലും നിൽക്കാനേ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കാണെന്നാ പറയുന്നത്. എല്ലാവരും വരുന്ന ആ ഒരു സമയത്താണ്. അപ്പം നല്ല ഒരു വേറിട്ട ബീച്ചല്ലേ, ഒരു വേറിട്ട അനുഭവം. ഇതിന്റെ മുകളിൽ കൂടെ ഒരു പാലം, അടിയിൽ കൂടെ കുഞ്ഞു പോണം, അതെന്തോ ആണല്ലേ. കുറെ കടകളൊക്കെ ഉണ്ട്. എന്തായാലും 5 മണി കഴിഞ്ഞ് ആൾക്കാരെ കാത്തിരിക്കുന്ന കടകളാണ് ഇതൊക്കെ. അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആദ്യമായിട്ട് വരുന്നവരൊന്ന് പതറിപ്പോവും. എന്താ ഇവിടെയെങ്കിലും ആരുമില്ല, ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും. ഞങ്ങൾക്ക് ആദ്യം അങ്ങനെ തോന്നി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോരുത്തർ വരുന്നതും പിന്നെ തിരക്കിയപ്പോഴും അറിയുന്നത്. 5 മണി കഴിഞ്ഞാണ് ഇവിടുത്തെ വമ്പൻ തിരക്കുന്നത്. ഇനി ഇതിന്റെ ഓരോ ഭാഗങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കേട്ടാ. അവിടെയൊക്കെ അടിപൊളി കാഴ്ചകളാണ്, നല്ല രസമാണ്. കടൽ കയറി വരാതിരിക്കാൻ വേണ്ടി കുറെ സാധനമൊക്കെ വെച്ച് ഇങ്ങനെ മറച്ചിട്ടൊക്കെ ഉണ്ട്, പാറകളൊക്കെ ഇട്ട്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മളിത് നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തിയേക്കുവാണ് കേട്ടോ. ഓരോ ബീച്ചിൽ വരുമ്പോഴും ഓരോരോ അനുഭവങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ഈ അന്ധകാരനൈ ബീച്ച് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.